ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ കേരള നിയമസഭ മലയാളത്തിലേക്ക് ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന നിയമസഭ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ആ അസംബ്ലിയിലെ ഭാഷാടിസ്ഥാനത്തിൽ പരിഭാഷപ്പെടുത്തുന്നത്. അത് കേരള നിയമസഭയാണ്. അത് നല്ല രീതിയിൽ നിയമസഭയുടെ ഒരു ടീം പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ്, പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടോടുകൂടി നല്ല ടീം വർക്ക് നടത്തിക്കൊണ്ട് അതിൻ്റെ 1ാം വോളിയം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ പബ്ലിഷിംഗ് ഈ വരുന്ന 24-ാം തീയതി ചൊവ്വാഴ്ച കേരള നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. തുടർന്ന് കേരള നിയമസഭ ലെജിസ്ലേച്ചർ തയ്യാറാക്കിയ വ്യത്യസ്ത പുസ്തകങ്ങളുടെയും പ്രകാശനം ഈ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ മറ്റനുബന്ധമായ വ്യത്യസ്ത ചടങ്ങുകൾ കൂടി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. മുതിർന്ന നിയമസഭാ സാമാജികർ, മുൻ നിയമസഭാ സാമാജികരെയും മുതിർന്ന നിയമസഭാ സാമാജികരും ഈ ചടങ്ങിൽ സംബന്ധിക്കും. അതോടൊപ്പം തന്നെ 25 വർഷം പൂർത്തിയാക്കുന്ന നിയമസഭാ സാമാജികരെ ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകരെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കാനാണ് കേരള നിയമസഭ തീരുമാനിച്ചിട്ടുള്ളത്. കേരള നിയമസഭ നടത്തിയ വളരെയധികം എപ്രൈസലുള്ള ഒരു ചടങ്ങായി ഇത് മാറുന്നു. അതോടൊപ്പം ഈ ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത് 24-ാം തീയതി 11:30 24-ാം തീയതി രാവിലെ 9:30 ഈ ചടങ്ങ് പൊതുവിൽ ആരംഭിക്കും. ആ ദിവസം മുഴുവനും വ്യത്യസ്ത പരിപാടികൾക്കാണ് ഞങ്ങൾ നീക്കിവെച്ചിട്ടുള്ളത്. രാവിലെ 9:30 മുതൽ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ മുൻ നിയമസഭാ സാമാജികരും നിയമസഭാ സെക്രട്ടേറിയറ്റിലെ മുൻ ജീവനക്കാരും ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. ആ ചടങ്ങോടുകൂടിയാണ് 24-ൻ്റെ നിയമസഭയുടെ പരിപാടി ആരംഭിക്കുന്നത്. പെയ്തിറങ്ങുന്ന ഓർമ്മകൾ എന്ന പേരിലാണ് ഈ ചടങ്ങ് 9:30 ഇവിടെ ആരംഭിക്കുന്നത്. അതിൽ മുൻ നിയമസഭാ സ്പീക്കർമാർ, അതോടൊപ്പം മുൻ MLA മാർ, മുതിർന്ന മാധ്യമപ്രവർത്തകന്മാർ ഇവരെല്ലാം ഈ ചടങ്ങിൽ സംബന്ധിക്കും. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ജീവിച്ചിരിക്കുന്ന ശ്രീ AK ആൻ്റണിയെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വരുമെന്ന് ഉറപ്പ് പറഞ്ഞില്ലെങ്കിലും നോക്കാം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ VS-ൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ അദ്ദേഹത്തിന് ക്ഷണിച്ചിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നിയമസഭ ഞാനിവിടെ പരാമർശിച്ചു. ആ നിയമസഭ ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള റിട്ടൺ മാത്രമല്ല ഏറ്റവും ലെങ്തിയസ്റ്റായ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത് നമ്മുടെ ഇന്ത്യക്കാണ്. അതിൻ്റെ ചർച്ചകൾ മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായൊരു നിയമസഭ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. ഇത് ഇന്ത്യയിലെ മറ്റ് നിയമസഭകൾക്ക് കൂടി മാതൃകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെയധികം സന്തോഷവും അഭിമാനവും ഞങ്ങൾക്കുണ്ട് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ. ഇതൊരു റെഫറൻസ് ഗ്രന്ഥമായി ഭാവിയിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിന് നിയമസഭാ പ്രവർത്തനങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഉപകാരപ്രദമാകുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാം. ഏതാണ്ട് 2 വർഷത്തിലേറെ സമയമെടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടായത്. ആ ഭരണഘടനക്കകത്ത് വ്യത്യസ്ത ഭാഷകളിൽ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് ആളുകൾ. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു, സാൻസ്ക്രിറ്റ് തുടങ്ങിയ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ച ജനപ്രതിനിധികൾ ഉൾപ്പെടെയുണ്ട്. അവരുടെയൊക്കെ പ്രസംഗം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്ന ഡിബേറ്റ്സാണ് ഞങ്ങൾ പൂർണ്ണമായും മലയാളത്തിലേക്ക് മാറ്റുന്നത്. 1946 ഡിസംബർ 9 മുതൽ 1950 ജനുവരി 24 വരെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 167 യോഗങ്ങളാണ് ചേർന്നത്. 1949 നവംബർ 26 ചേർന്ന യോഗത്തിലാണ് ഭരണഘടനാ നിയമം പാസ്സാക്കുന്നത്. 50 ജനുവരി 24 സഭ വീണ്ടും ചേർന്നു. ഭരണഘടനാ നിർമ്മാണ സഭാംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കുകയും 6377 പേജുകളുള്ള
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഔദ്യോഗിക റിപ്പോർട്ട് 12 വോള്യങ്ങളിലായിട്ടാണ് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ 1950 പാർലമെൻറ്റ് സെക്രട്ടേറിയറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സങ്കീർണവും അതോടൊപ്പം തന്നെ അതിബൃഹത്തായി പരിഭാഷ പദ്ധതിയിൽ 1946 ഡിസംബർ 9 മുതൽ 1947 മെയ് 2 വരെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ 3 സമ്മേളനങ്ങളിൽ 21 ദിവസത്തെ ചർച്ചകളുടെ പരിഭാഷയാണ് ആദ്യ വോള്യമായി ഞങ്ങൾ ഇറക്കുന്നത്. ബാക്കിയുള്ളവ 12 വോള്യങ്ങളായി സമയബന്ധിതമായി പൂർത്തീകരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് തന്ന കുറിപ്പിൽ 1-ാം വോള്യത്തിനകത്ത് എത്ര വരെയുള്ള ചർച്ചകൾ ഉൾപ്പെടുത്തിയെന്ന കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഇനി ഈ 1-ാം എഡിഷൻ ഇവിടെ ഇറക്കുമ്പം തുടർന്ന് 12 ലക്കം കൂടി ഞങ്ങൾക്ക് ഇറക്കേണ്ടതുണ്ട്. അതും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും നിയമവകുപ്പിലെയും സർവീസിലുള്ളതും എക്സിസ്റ്റിംഗ് സർവീസിലുള്ളവരും വിരമിച്ച ഉദ്യോഗസ്ഥന്മാരും പൊതുജന പങ്കാളിത്തമായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരിഭാഷ രംഗത്ത് പരിചയസമ്പന്നരായവരും തുടങ്ങി ഒട്ടേറെ പേരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി ഞങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്ന മുൻ നിയമസഭാ സെക്രട്ടറിയും പ്രഗത്ഭ നിയമജ്ഞനുമായ ഡോക്ടർ NK ജയകുമാറിൻ്റെ അധ്യക്ഷതയിൽ വളരെ പരിണിതപ്രജ്ഞരായ നിയമവിദഗ്ധർ, ഭാഷാ വിദഗ്ധർ, ഭരണഘടനാ വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയാണ് ഇത് വളരെ സൂക്ഷ്മതലത്തിൽ വളരെ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ നടത്തിയാണ് ഇത് ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. ഈ പരിഭാഷ പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. 14-ാം കേരള നിയമസഭ കേരളം പാസാക്കിയ നിയമങ്ങൾ, പ്രഭവപഠനങ്ങൾ വാള്യം 2, ബജറ്റ് പ്രസംഗങ്ങൾ വാള്യം 1, 2, സഭാധ്യക്ഷൻ്റെ തീരുമാനങ്ങളും റൂളിങ്ങുകളും എന്നീ പുസ്തകങ്ങളും ഇതോടൊപ്പം പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൻ്റെ മലയാള പരിഭാഷയോടൊപ്പം ഫസ്റ്റ് വോള്യത്തോടൊപ്പം നിയമസഭ തയ്യാറാക്കിയ മറ്റ് പുസ്തകങ്ങൾ കൂടി ഇവിടെ പ്രകാശനം ചെയ്യുന്നതായിട്ട് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതിനെ തുടർന്ന് മുൻ നിയമസഭാ സാമാജികർ, അതായത് 80+ കഴിഞ്ഞ മുൻ നിയമസഭാ സാമാജികരെ ഈ ചടങ്ങിൽ വെച്ച് ഞങ്ങൾ ആചരിക്കുന്നുണ്ട്. ഒപ്പം 25 വർഷം പിന്നിട്ട നിയമസഭാ സാമാജികരുണ്ട്, മുതിർന്ന നിയമസഭാ ജീവനക്കാരുണ്ട്, 80+ മുകളിലുള്ള ഇപ്പോഴും ജീവിക്കുന്ന മുൻ നിയമസഭാ ജീവനക്കാർ, മുൻ മാധ്യമപ്രവർത്തകർ എന്നിവരെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കാനാണ് കേരള നിയമസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്കറിയാം, കേരള നിയമസഭയുടെ 15ാമത് കേരളയുടെ വളരെ എപ്രൈസിൽ ലഭിച്ച, ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമായിരുന്നു KLIBF, കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ. ആ KLIBFൻ്റെ 3rd എഡിഷൻ്റെ ഭാഗമായ മാധ്യമപ്രവർത്തകന്മാർക്ക് നമ്മൾ നൽകാൻ തീരുമാനിച്ച അവാർഡും ഈ ചടങ്ങിൽ വെച്ച് നൽകണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത വെറ്ററൻസ്, നിങ്ങൾക്കറിയാം, കേരള നിയമസഭയുടെ അംഗമായിരുന്നു ശ്രീ MJ ജേക്കബ്. അദ്ദേഹം നിരവധി അന്തർദേശീയ വെറ്ററൻ സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ ഈ ചടങ്ങിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൾമിനേഷൻ എന്ന നിലയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പരിഭാഷ പ്രൊജക്റ്റ് വിദഗ്ധ സമിതിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ NK ജയകുമാറിനെയും ഞങ്ങൾ പ്രത്യേകം ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ് ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവിധ ധൈര്യവും ലഭിച്ചത്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഞങ്ങളുമായി സപ്പോർട്ട് ചെയ്തു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ടീമും ഞങ്ങളതുപോലെ നല്ല സഹകരിച്ചു. ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടാക്കിയ എല്ലാ ടീമംഗങ്ങളും ഞങ്ങൾക്കെല്ലാ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തുടർന്ന് അന്ന് തന്നെ ഉച്ചയ്ക്ക് 2:30 കോൺസ്റ്റിറ്റ്യൂഷണൽ ഫെഡറലിസം, എമേർജിംഗ് ചാലഞ്ചസ് ആൻഡ് റെസ്പോൺസസ് എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സെമിനാർ നടക്കുന്നുണ്ട്. സെമിനാറിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വിദഗ്ധന്മാരാണ് പങ്കെടുക്കുന്നത്. പ്രൊഫസർ GB റെഡ്ഡി, വൈസ് ചാൻസലർ NUALS, ജസ്റ്റിസ് JB കോഷി, മുൻ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി, ജസ്റ്റിസ് സോഫി തോമസ്, മുൻ ജഡ്ജ് കേരള ഹൈക്കോടതി, NK ജയകുമാർ, നിങ്ങൾക്കറിയാം, പ്രൊഫസർ ഡോക്ടർ KC സണ്ണി, മുൻ വൈസ് ചാൻസലർ NUALS എന്നിവരാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. അപ്പോൾ ഒരു മുഴുവൻ ദിവസവും നിയമസഭ അക്ഷരാർത്ഥത്തിൽ ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാനും എൻജോയ് ചെയ്യാനും സാധിക്കത്തക്ക നിലയിൽ പദ്ധതികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സിൻ്റെ മലയാളീകരണവുമായി ബന്ധപ്പെട്ട പ്രകാശന ചടങ്ങിലാണ്. അപ്പോൾ ഈ ചടങ്ങിൽ ഞങ്ങളുമായി നല്ല രീതിയിൽ സഹകരിക്കുന്നവരാണ് മീഡിയ. പൊതുവിൽ മാധ്യമപ്രവർത്തകന്മാരെല്ലാം കേരള നിയമസഭ എന്ത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താലും അതിനെല്ലാവിധ പിന്തുണയും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
അതുപോലെ ഈ ചടങ്ങിനും ഈ ഒരു പ്രോഗ്രാമിനും, കാരണം ഇതാദ്യമായാണ് ഒരു സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ഒരു വെർണാക്കുലർ ലാംഗ്വേജിലേക്ക് ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുന്ന ഇന്ത്യയിൽ ആദ്യമാണ്. KLIBF നടത്തി മാതൃക കാണിച്ച കേരള നിയമസഭ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയും മാതൃക കാണിക്കുകയാണ്. എപ്രകാരമാണോ ഞങ്ങൾ ഇത്രയും കാലം നിങ്ങൾ പിന്തുണച്ചത്, അതുപോലെ ഈ പദ്ധതിക്കും ഈ പ്രോഗ്രാമിനും ഞങ്ങളെ പിന്തുണക്കാൻ മുന്നോട്ട് വരണം എന്നാണ് മുതിർന്ന എല്ലാ മുഴുവൻ മാധ്യമപ്രവർത്തകരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എങ്ങനെ? അല്ലല്ല, ഇത് തീരുമാനിച്ചിട്ടില്ലതില്ല, ഇപ്പം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ റേറ്റ് ഈടാക്കേണ്ടി വരുമല്ലോ. ഈ എല്ലാ ചടങ്ങിൻ്റെയും സമാപനം നിലക്ക് നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നിയമസഭക്കകത്ത് നിയമസഭാ സാമാജികന്മാർ തന്നെ നന്നായി കലാപരമായ കഴിവുകളുള്ളവരുണ്ട്, നിയമസഭാ ജീവനക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അന്ന് വൈകുന്നേരം ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു കൾച്ചറൽ ഇവൻ്റ് കൂടി ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്വരാജ് ശുഭാപ്തി വിശ്വാസം നമുക്കൊക്കെ ഉണ്ട്, നമ്മുടെ സുഹൃത്താണ്, വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അന്ന് എല്ലാവർക്കും പ്രവേശിക്കാം. ഇൻവൈറ്റഡ് ഗസ്റ്റ് ഉണ്ട്, ഒപ്പം ഈ പ്രോഗ്രാം കാണാൻ വരുന്ന ആൾക്ക് തടസ്സം ഉണ്ടാവില്ല. യെസ്, എനിത്തിങ് എൽസ് ഒന്നുമില്ലല്ലോ. ഓക്കെ, കൽപ്പിക്കാനാണ്.